ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാൽപ്പേടയാണ്. നമ്മളിന്ന് ഈ പാൽപ്പേട ഉണ്ടാക്കുന്നത് പാൽപ്പൊടി വെച്ചിട്ടില്ല, പാൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശരിക്കും നമ്മൾ ഈ പാലിനെ വറ്റിച്ച് ആണ് നമ്മളിവിടെ പാൽപ്പേട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ പാല് ഒന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിം തൊട്ട് ഹൈ ഫ്ലെയിം വരെ വെച്ചാണ് അതൊന്ന് തിളപ്പിച്ചെടുത്ത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കിയാൽ മതി. പകരം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പാല് ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിലും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിച്ച് നമുക്ക് ആ പേടയുടെ ആ ഒരു ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയെന്നും വെച്ച് ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമും വെക്കാം. ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, പാല് കുറച്ചൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് മിക്സ് ആക്കണം. കാരണം പാല് പെട്ടെന്ന് ഒന്ന് തിക്കായി വരും. കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്നല്ല, കുറേ സമയം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പാല് എടുത്ത് ഉടൻ തന്നെ ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടില്ല, നന്നായിട്ട് മിക്സ് ആക്കണം, എന്നാലേ ഈ പരുവം വരെ കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പം കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പം അത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇനിയും കുറച്ചും കൂടി തിക്കായി പോയത് ഓവർ തിക്കായി നമുക്ക് എടുക്കാൻ പോലും പറ്റാത്ത ഒരു പരുവായി മാറിപ്പോവും. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒരു ബട്ടർ തടവിയ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴേ തന്നെ ബോളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റായതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ പാല് വെച്ച ഉടൻ തന്നെ അത് ഇത്രയും പെട്ടെന്ന് ഉണ്ടായി കിട്ടില്ല. ഒന്ന് ആ പാൽ അത്രയും ഒന്ന് വറ്റിച്ച് എടുത്താലേ നമുക്കിത് ഇതേപോലെ കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടില്ല, 1 ലിറ്റർ പാല് വെച്ച് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പാൽപ്പേട വീട്ടിൽ ഇതാ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുമുണ്ട്.